ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഗദരദേശത്തുള്ള ഭൂതഗ്രസ്തൻ സൗഖ്യം പ്രാപിക്കുന്ന ഒരു പശ്ചാത്തലമാണ് നാം വായിച്ചു കേൾക്കപ്പെട്ടത്. ഈ ദേശത്തെക്കുറിച്ച് പല പേരുകളിൽ പല വിധത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഗരസേന ദേശമെന്നും ഗദരദേശമെന്നും ദെക്കപ്പൊലി നാടെന്നും ഇങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ പട്ടണത്തെ ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദെക്കപ്പൊലി എന്നതാണ് യഥാർത്ഥമായി ആ പ്രദേശത്തിൻ്റെ പേര്. ദെക്കപ്പൊലി എന്ന് പറയുന്നത് ദെക്ക മീൻസ് 10 എന്നാണ്, പൊലി എന്ന് പറഞ്ഞാൽ പട്ടണം. 10 പട്ടണങ്ങൾ അടങ്ങുന്ന സ്ഥലമായതുകൊണ്ട് അതിനെ ദെക്കപ്പൊലി എന്ന് വിളിക്കുകയും ആ 10 പട്ടണങ്ങളിൽ ഒരു സ്ഥലമാണ് ഗദരദേശം. അതിനടുത്ത് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഗരസേന ദേശം. അപ്പോൾ മത്തായി സുവിശേഷത്തിൽ ഗരസേന ദേശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മർക്കോസിൽ ഗദർദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 3 സ്ഥലങ്ങളും ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ടാണ് പല പേരുകളിൽ അറിയപ്പെടുന്നത്. സ്ഥലമല്ല നമ്മുടെ വിഷയം, സ്ഥലത്തിൽ നിന്നും യേശു വേർതിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത്. ഈ ദേശത്ത് ദെക്കപ്പൊലി നാട്ടിൽ ഗദർദേശത്ത് അല്ലെങ്കിൽ ഗരസേന ദേശത്ത് ആരാലും വെറുക്കപ്പെട്ട് കഴിയുന്ന കല്ലറകളിൽ പാർക്കുന്ന ഒരു വ്യക്തി, ആരാലും തള്ളപ്പെട്ട് മാറ്റി നിർത്തി ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അനുഭവങ്ങളിൽ യേശുവുമായുള്ള ഒരു എൻകൗണ്ടർ അവൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് കാണാൻ കഴിയും. യേശുവുമായൊരു എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥകൾ മാറും എന്നുള്ളതിനപ്പുറത്ത് യേശുവുമായി ഒരു കണ്ടുമുട്ടൽ, ഒരു ബന്ധം നിങ്ങളുമായി സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ അവസ്ഥകളെ മാറുമെന്നല്ല, നിങ്ങളുടെ ജീവിതം മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥയെ മാറ്റുന്ന ഒരു ദൈവത്തെയല്ല, നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു യേശുവിനെയാണ് ഞാൻ നിങ്ങളോട് പ്രഘോഷിക്കുന്നത്. നിങ്ങൾ ഏതൊരു അനുഭവത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ചില എൻകൗണ്ടറുകൾ സംഭവിക്കാനായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. അപ്രതീക്ഷിതമായ യേശുവിൻ്റെ വരവിൽ പ്രതികരിക്കുന്ന പൈശാചിക ശക്തികളെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ മനുഷ്യൻ്റെ മേൽ 6000 ഭൂതങ്ങൾ അടങ്ങുന്ന ലെഗ്യോൻ എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, 6000 എന്നൊരു ഗണത്തെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ഇത്ര ശക്തമേറിയ ഭൂതബാധിതനായ വ്യക്തിയുടെ ജീവിതത്തിന്റെ ദുരനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ വളരെ വിഷമം തോന്നും. മത്തായി സുവിശേഷത്തിൽ ഒരു കാര്യം യേശു പറയുന്നതും, ഒരു വ്യക്തിയിൽ ഒരു ഭൂതം ഉണ്ടായിരുന്നിട്ട് ആ ഭൂതം പുറത്തു പോയിട്ട് വീട് അലങ്കരിച്ചും ഒരുക്കിയിട്ടിരിക്കുന്നതും കണ്ടിട്ട് തന്നേക്കാൾ ബലവാനായ 7 പേരെ കൂടെ കൊണ്ടുവന്ന് അവനിൽ പാർക്കുമ്പോൾ അത് അവന്റെ സ്ഥിതി മുമ്പലത്തേതിലും കൂടുതൽ നാശകരമായി വഷളായി പോകുന്നു എന്ന് പറയുമ്പോൾ 7 അല്ല 6000 ഭൂതങ്ങൾ ഒരുമിച്ച് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വസിക്കുക എന്ന് പറയുന്നത് എത്ര ദാരുണമായ ദുരനുഭവമാണ്. ഈ മനുഷ്യനുമായി യേശുവിനുണ്ടാകുന്ന എൻകൗണ്ടർ അവന്റെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ അവസാന സമയത്താണ് കല്ലറകളിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ മനുഷ്യൻ അവന്റെ നല്ല സമയത്ത്, നല്ല കാലത്ത്, യൗവന പ്രായത്തിൽ തന്നെ കല്ലറകളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെ അവസാനം എത്തിക്കുകയില്ല എന്ന് പറഞ്ഞ് ചില മേഖലകൾ മുമ്പിൽ പ്രതികരിക്കുമ്പോൾ നിൽക്കുമ്പോൾ അതിനെ മാറ്റത്തക്ക രീതിയിൽ യേശുവുമായി ഒരു എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ. നിങ്ങളെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ്, ഒതുക്കിക്കളയുമെന്ന് പറഞ്ഞ് പിശാച് എത്രമാത്രം വേദനിപ്പിച്ചാലും വാതുകെട്ടി നിന്നാലും യേശുവുമായുള്ള ഒരു എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അവസാനമല്ല, പുതിയ ചില തുടക്കങ്ങളാക്കി ദൈവം മാറ്റും. ഈ മനുഷ്യനിൽ നിന്ന് ആ ഭൂതങ്ങൾ യേശുവിനോട് പ്രതികരിക്കുന്നതാണ്, ഞങ്ങളെ ഈ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ, ഈ പട്ടണം വിട്ട് പോകാൻ അനുവദിക്കരുതേ എന്ന്. യേശു അത് സമ്മതിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭൂതങ്ങൾ യേശുവിനോട് അപേക്ഷിക്കുന്നു, യേശു ഇത് അനുവദിക്കുന്നു. എന്നാൽ ഇപ്പോൾ നാം വായിച്ചു കേൾക്കപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്, ഈ മനുഷ്യൻ വിടുതൽ പ്രാപിച്ച, സൗഖ്യം പ്രാപിച്ച സ്വതന്ത്രനായ മനുഷ്യൻ യേശുവിനോട് അപേക്ഷിക്കുകയാണ്, ഞാനും അങ്ങയെ പിന്തുടർന്നോട്ടെ. ഭൂതങ്ങൾ യേശുവിനോട് അപേക്ഷിച്ചപ്പോൾ അവർക്ക് അനുവാദം കൊടുക്കുകയും ഈ മനുഷ്യൻ വിടുതൽ പ്രാപിച്ചവൻ യേശുവിനെ അനുഗമിക്കുകയല്ലാതെ മറ്റൊരു മാർഗം അവന് മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ യേശുവിനോട് അനുവാദം ചോദിക്കുമ്പോൾ യേശു പറയുകയാണ്, ഇല്ലില്ല, ഞാൻ നിന്നെ അനുവദിക്കുകയില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും നാം യേശുവുമായി വിടുതൽ പ്രാപിച്ചിട്ടും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ എത്രയോ പ്രാവശ്യങ്ങൾ നോ എന്ന മറുപടി നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ഓരോ നോയിലും ഒളിഞ്ഞിരിക്കുന്ന ദൈവിക പദ്ധതികൾ ഉണ്ട് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും നോ പറയുമ്പോൾ, പല സ്ഥലങ്ങളിലും അനുവദിക്കാതിരിക്കുമ്പോൾ
പ്രതികരിക്കാതിരിക്കുമ്പോൾ, പല സ്ഥലങ്ങളിലും യേശു പ്രതികരിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, ഇതുവരെ പരാതി പറഞ്ഞ പല അനുഭവങ്ങൾക്കും ഒരു പുതിയ തുടക്കം തരാൻ അവൻ മതിയായവനാണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയട്ടെ. യേശുവിൻ്റെ ഈ പ്രതികരണത്തിൽ അവൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചില്ല. അവൻ്റെ ലൈഫിൽ ലഭിച്ച ഏറ്റവും വലിയ സാക്ഷ്യം, ഏറ്റവും വലിയ വിടുതൽ, ആ വിടുതലിന് അനുഭവിക്കത്തക്ക രീതിയിൽ യേശുവിനെ അനുഗമിക്കുകയല്ലാതെ അവൻ്റെ ജീവിതത്തിൽ വേറൊരു മാർഗമില്ല എന്ന് അവൻ ചിന്തിക്കുന്ന നിലയിൽ യേശു പ്രതികരിക്കുന്നത്, അരുതരുത്, നീ എന്നെ പിന്തുടരരുത് എന്നാണ്. യേശു അവനോട് പറയുന്നത്, നിനക്ക് ലഭിച്ച വിടുതലിന്റെ സാക്ഷ്യം നീ നിന്റെ ഭവനത്തിൽ പോയി അറിയിക്കുക. അടുത്ത ഭാഗം പറയുന്നത്, അവന്റെ പട്ടണത്തിൽ മുഴുവൻ അവൻ പ്രഘോഷിച്ചു തുടങ്ങിയെന്ന. നോക്കിക്കേ, ഇന്നലകളിൽ ആ പട്ടണത്തിൽ ഉയർന്നു നിന്നത് അവന്റെ നിലവിളിയുടെ ശബ്ദമാണ്, അവന്റെ അലർച്ചയാണ്. എന്നാൽ അതേ വ്യക്തിയുടെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്നത് ജയത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വിടുതലിന്റെയും ഒരു ഘോഷസ്വരം ആ പട്ടണത്തിൽ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ യേശുവുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ കരച്ചിലിന്റെ അനുഭവത്തെ മാറ്റി ഒരു ഘോഷത്തിന്റെ അനുഭവത്തെ പുറത്ത് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശു അവനെ അനുവദിക്കാതിരുന്നതിന്റെ സ്പെഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത്, മോനെ, നീ ഈ ആയിരങ്ങളുടെ കൂടെ എന്നെ അനുഗമിക്കുക എന്നുള്ളതല്ല നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി. നിന്റെ പട്ടണത്തിൽ ഒറ്റയ്ക്ക് എൻ്റെ സാക്ഷിയാക്കി നിർത്തി നിന്നെ മാനിക്കാനാണ് എൻ്റെ പദ്ധതി. അവിടെ നീ എൻ്റെ സാക്ഷിയാകാനാണ് എൻ്റെ പദ്ധതിയെങ്കിൽ അതിലും വലിയൊരു ഭാഗ്യം അവന് വേറെന്ത് വേണം? ഇതിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടത്തോട് ഒരുമിച്ച് നടക്കാനും ആത്മീക കാര്യങ്ങളിൽ പങ്കെടുപ്പാനും അപ്പം തിന്നാനും അത്ഭുതം കാണാനും അനുഗമിക്കാനും നമുക്കെല്ലാവർക്കും പറ്റും. എന്നാൽ യേശു ചോദിക്കുന്ന ഒരു ചോദ്യം, ഒറ്റയ്ക്ക് നിന്റെ പട്ടണത്തിൽ, നിന്റെ ഭവനത്തിൽ നിനക്കെന്നെ സാക്ഷീകരിക്കാൻ കഴിയുമോ? യേശു ആ മനുഷ്യനോട് പ്രതികരിക്കുന്നത്, യേശു അനുവദിക്കാതിരുന്നത്, നീ ആയിരങ്ങളുടെ കൂടെ അനുഗമിക്കുന്നവനേക്കാൾ എൻ്റെ ഇഷ്ടം നീ നിന്റെ പട്ടണത്തിൽ ഒറ്റയ്ക്ക് എൻ്റെ സാക്ഷിയായി നിൽക്കാനാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒടുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ആ പട്ടണത്തിൽ ഇവന്റെ ഘോഷസ്വരം ഉയർന്നു വന്നപ്പോൾ ആ പട്ടണം സന്തോഷിക്കാൻ തുടങ്ങി, ആ പട്ടണം ആശ്ചര്യപ്പെടാൻ തുടങ്ങി. ഇന്നലകളിൽ നിലവിളിച്ച് നടന്നവൻ, ഇന്നലകളിൽ കല്ലറകളിൽ പാർത്തവൻ, ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവൻ, ഇത്ര വലിയ ശോധനയിലും ദുരനുഭവത്തിലും കിടന്നവന് വിടുവിച്ചെടുത്ത ശക്തിയെ, നാമത്തെ, സ്വാധീനത്തെ ഉയർത്തുന്ന അവന്റെ അനുഭവത്തിൽ ഒരു പട്ടണം മുഴുവൻ ആശ്ചര്യപ്പെടുന്ന മേഖലയിലേക്ക് സാഹചര്യങ്ങൾ തിരിഞ്ഞെങ്കിൽ, ഇന്ന് നിങ്ങളെ കേൾക്കുന്നവരും നിങ്ങളെ കാണുന്നവരും അത്ഭുതം കൂറുമാർ ആശ്ചര്യപ്പെടുന്ന അനുഭവത്തിലേക്ക് നിങ്ങളുടെ ദേശം മാറട്ടെ, നിങ്ങളുടെ പട്ടണം മാറട്ടെ. കഴിഞ്ഞ നാളുകളിലെ ദുരനുഭവങ്ങൾ മാറി നിങ്ങൾ ജീവിക്കുന്ന അതേ പട്ടണത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ, മാറ്റി നിർത്തിയ ശത്രു നിങ്ങളെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ അതേ പട്ടണത്തിൽ ഒരു സാക്ഷിയായി ഉയർത്തപ്പെടാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ. നിങ്ങളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയവർ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുത കാര്യങ്ങളെ കണ്ടുകൊണ്ട് അവർ ആശ്ചര്യപ്പെടട്ടെ. ചില തടസ്സങ്ങൾ നേരിടുന്നത്, ചിലത് ദൈവം അനുവദിക്കാതിരിക്കുന്നത്, ചിലതിന് ദൈവം നോ പറയുന്നത്, അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന, അതിൻ്റെ പുറകിൽ വെളിപ്പെടുന്ന പ്രത്യേക സ്പെഷ്യൽ പർപ്പസുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് സമർപ്പിച്ചു കൊടുക്കുക. അതെന്നെ ഒറ്റയ്ക്ക് നിർത്താനാണെങ്കിൽ, അത് ദൈവിക പദ്ധതിയിലേക്ക് എന്നെ വേർതിരിക്കാനാണെങ്കിൽ, ഒരു പട്ടണത്തെ പിടിച്ചെടുക്കാനാണെങ്കിൽ അതിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിലല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം എന്നിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തെടുത്ത് നമ്മുടെ ലൈഫ് സക്സസ് ആയി മാറും. ജീവിതത്തിന്റെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ, തകർക്കപ്പെട്ട അനുഭവങ്ങളിൽ, ഇരുട്ടറയിൽ കിടന്ന ജീവിതാനുഭവങ്ങളിൽ, നിർജീവമായ ദുരനുഭവത്തിൽ, ദുർഗന്ധം വമിച്ച അവസ്ഥകളിൽ കിടന്നിരുന്ന നാളുകൾ നിങ്ങളുടെ പുറകിലുണ്ടെങ്കിലും യേശുവുമായുള്ള എൻകൗണ്ടർ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുമെന്നല്ല, നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളെ പുറത്തെടുക്കുമെന്നല്ല, നിങ്ങളുടെ ലൈഫിനെ അവൻ ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ പുതിയ അത്ഭുതത്തിന്റെ അനുഭവങ്ങളെ തുറന്നു തന്ന് നിങ്ങൾ മാത്രമല്ല നിങ്ങളെ കാണുന്നവർക്കും അത് ആശ്ചര്യമാകുന്ന രീതിയിൽ ദൈവം കാര്യങ്ങളെ തിരിക്കട്ടെ. നിങ്ങൾ ഒരു അത്ഭുത സാക്ഷ്യമായി മാറട്ടെ.